നമസ്തേ, എല്ലാവർക്കും മൈൻഡ് വെൽനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഡോക്ടർ സൂസൻ കോരുത്ത്, ലൈഫ് സൈക്കോളജിസ്റ്റ്, മൈൻഡ് വെൽനസ് കോച്ച്, ഓതർ ആൻഡ് ഫൗണ്ടർ ഓഫ് സെപ്റ്റൽ ലൈഫ് സ്കിൽസ് ആൻഡ് മൈൻഡ് ഫിറ്റ്നസ് സെൻറ്റർ. നമ്മൾ ഇത്രയും കുറേ ഭാഗങ്ങളായിട്ട് നമ്മൾ നാർസിസിസ്റ്റിൻ്റെയും നാർസിസിസ്റ്റിക് വിക്ടിംസിൻ്റെയും കാര്യങ്ങൾ ഒത്തിരി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നും ഞാൻ അതിൻ്റെ ഒരു പുതിയ ഭാഗം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് നാർസിസിസ്റ്റിക് വിക്ടിമിന് മാത്രമല്ല, ഏത് ഏരിയയിലും വിക്ടിമൈസ്ഡ് ആയിട്ട് ജീവിതം നയിക്കുന്നവർക്ക് ഇതുമായിട്ട് കണക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പല ഏരിയാസിലും പല ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിലും നമ്മൾ ചിലപ്പോൾ അത് സാമൂഹ്യപരമായിട്ടായിരിക്കാം, നമ്മുടെ കൾച്ചറൽ പരമായിരിക്കാം, റിലീജിയസ് പരമായിരിക്കാം, നമ്മളുടെ ഫാമിലി പരമായിരിക്കാം, പേഴ്സണലായിട്ടുള്ളതായിരിക്കാം. എങ്ങനെയായാലും ചില ഏരിയാസിൽ നമ്മൾ വിക്ടിമൈസ്ഡ് ആയി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില കാര്യങ്ങളാണ് അത് എസ്പെഷ്യലി ഞാനിവിടെ ഒരു നാർസിസിസ്റ്റിക് വിക്ടിംസിനെ കണക്ട് ചെയ്താണ് പറയുന്നത്. പലപ്പോഴും നിങ്ങൾക്കറിയാം, ഒരു നാർസിസിസ്റ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കീഴിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ അറിയാതെ നമ്മൾ അവരിലേക്കൊരു വിധേയത്വമുള്ളവരായി തീരുന്നു. നമ്മൾ അവരുടെ ആ നാർസിസിസ്റ്റിക് കൺട്രോളിങ് പേഴ്സണാലിറ്റിയിലേക്ക് നമ്മൾ ഒരു കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയും ചെയ്യുന്നു. അതിനകത്തുള്ള പെയിൻ എല്ലാം നമ്മൾ അനുഭവിക്കുന്ന ഒരു രീതിയിലേക്ക് വരാറുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ഇന്നെടുക്കുന്ന ആ ഒരു ഈ ഒരു ഭാഗം, ഈ ഒരു നമ്മളുടെ എല്ലാം ഒരു ബിഹേവിയറൽ ഏരിയ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിലീഫ് സിസ്റ്റത്തിൽ വരുന്ന ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. അതിനെ നമ്മൾ പറയുന്നത് ലേൺഡ് ഹെൽപ്ലെസ്നെസ് ആണ്. അപ്പം ഒരു നാർസിസിസ്റ്റിക് വിക്ടിം സിൻഡ്രോമിൽ ആ ഒരു നാർസിസിസ്റ്റിക് വിക്ടിം ഗോ ത്രൂ ചെയ്യുന്ന ലേൺഡ് ഹെൽപ്ലെസ്നെസ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. വാട്ട് ഈസ് ലേൺഡ് ഹെൽപ്ലെസ്നെസ്? ഇത് ഒരു സ്റ്റഡി ഒരു സൈക്കോളജിസ്റ്റ് മാർട്ടിൻ സെലിഗ്മാൻ എന്ന് പറയുന്ന ഒരു റിസർച്ചറാണ് നടത്തിയത്. അത് 1967 നടത്തിയ ഒരു സ്റ്റഡിയാണ്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അദ്ദേഹം കൂടുതൽ ഈ ഡിപ്രഷനെയും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. എങ്ങനെയാണ് ഒരു വ്യക്തി ഫോളോയിങ് ഇൻ ടു എ വെരി ഹെൽപ്ലെസ് സ്റ്റേറ്റ് ആൻഡ് ഫോളോയിങ് ഇൻ ടു ദാറ്റ്. അപ്പോൾ അവിടെ അദ്ദേഹം യൂസ് ചെയ്തത് നമ്മളുടെ പട്ടികളെയായിരുന്നു, പട്ടിക്കുട്ടികളെ അല്ലെങ്കിൽ പട്ടികളെ ഡോഗ്സിനെയാണ് യൂസ് ചെയ്തത്. അദ്ദേഹം മൂന്ന് ലെവലായിട്ട് ഡോഗ്സിനെ തിരിച്ചു. എന്നിട്ട് ആദ്യത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ഡോഗ്സിന് കഴുത്തിൽ നമ്മളിങ്ങനെ അവരുടെ ആ ചെയിൻ ഇട്ടിട്ട് അവരെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കുറച്ച് നേരം നിർത്തിയിട്ട് അവരെ അങ്ങ് അഴിച്ചു വിട്ടു. പിന്നെ അവരങ്ങ് പോയി. രണ്ടാമത്തേതെന്ന് പറയുന്നതും മൂന്നാമത്തേതെന്നും അതിലാണ് കൂടുതലായിട്ട് നമ്മളൊരു ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ പട്ടിക്കുട്ടികൾക്ക് അവർക്ക് എങ്ങനെ കൊടുത്തതെന്ന് വെച്ചാൽ, ഒരു കൂട്ടിനകത്ത് അവരെ ഇട്ടിട്ട് അവർക്ക് ഇലക്ട്രിക് ഷോക്ക് കൊടുത്തു. ഇലക്ട്രിക് ഷോക്ക് കൊടുത്തപ്പോൾ അവർക്കൊരു ലിവറൂടെ കൊടുത്തു. ആ ലിവറിൽ അമർത്തിയാൽ ഇലക്ട്രിക് ഷോക്ക് നിൽക്കും. അപ്പം ഈ പട്ടികളെല്ലാം അതിനകത്ത് ഷോക്ക് അടിക്കുമ്പോൾ ലിവർ അമർത്തും. അങ്ങനെ അവർ രക്ഷപ്പെടും. പക്ഷേ ഈ മൂന്നാമത്തെ ഗ്രൂപ്പ് പട്ടിക്കുട്ടികളെ ഇട്ടപ്പോൾ അവർക്ക് ലിവർ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ലിവർ അടിച്ചാൽ ഇത് നിൽക്കത്തില്ല. അവർക്ക് ഈ ഷോക്ക് ദേ ട്രൈ ടു എസ്കേപ്പ്, ബട്ട് ദർ വാസ് നോ വേ ദേ കുഡ് എസ്കേപ്പ്. അപ്പം അവരെന്ത് ചെയ്തു? അവരതിനോടിങ്ങനെ രക്ഷയൊന്നുമില്ല, ഇതിനകത്തിന് ഇപ്പം അത് അനുഭവിക്കുക എന്നുള്ളതേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഈ പട്ടികൾ അങ്ങനെ അതിനോട് അങ്ങോട്ട് താതാത്മ്യം പ്രാപിക്കുക എന്നൊക്കെ നമ്മൾ പറയും, അല്ലെങ്കിൽ അതിലേക്ക് അങ്ങോട്ട് ഇഴുകിച്ചേർന്നു. അത് കഴിഞ്ഞിട്ട് സെലിഗ്മാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പട്ടിക്കുട്ടികളെല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുവന്നിട്ട് ഒരു ചേമ്പറിനകത്താക്കി. ആ ചേമ്പറിൽ 2 സെക്ഷനാക്കി. അതിലൊരു ഒരു ചെറിയ പാർട്ടീഷൻ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ വേണമെങ്കിൽ ചാടിക്കിടക്കാം, അങ്ങനെയുള്ള ഇതിൽ ഒരു പൊക്കത്തിൽ ഇത് വെച്ചു. എന്നിട്ട് 3 സെഗ്മെൻറ്റിലുണ്ട് 3 ഗ്രൂപ്പിലുണ്ടായിരുന്ന പട്ടികളെയും ഒരു സ്ഥലത്തിട്ടിട്ട് അവിടെ നമ്മൾ ഈ ഇലക്ട്രിക് ഷോക്ക് കൊടുത്തു. ഈ ഇലക്ട്രിക് ഷോക്ക് കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ആദ്യത്തെ പട്ടികൾ ഒരൊറ്റ ചാട്ടത്തിന് അപ്പുറത്തേന്നു ആദ്യത്തെ ഗ്രൂപ്പിലെ. രണ്ടാമത്തെ വെപ്രാളപ്പെട്ട് പെട്ടെന്ന് അവർ നോക്കിയപ്പോൾ കിട്ടി, അവരും ചാടി. മൂന്നാമത്തവർ ചാടാനേ പോയില്ല. അവരങ്ങോട്ട് അത് ലേൺ ചെയ്തിരുന്നു, ഇതിൽ നിന്ന് അവർക്ക് രക്ഷയില്ല. അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടില്ല. ചിലരെനിക്ക് തോന്നുന്നു ചില പട്ടികൾ മറ്റവരെ കണ്ടിട്ടൊന്ന് രക്ഷപ്പെട്ടിട്ട് ഉള്ളതല്ലാതെ അവരങ്ങനെ രക്ഷപ്പെട്ടില്ല. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു കാര്യം, നമ്മൾ ഈ പട്ടികളെ അങ്ങ് മാറ്റിയിട്ട് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിനെ അവിടെ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അങ്ങനെയാണ്. നമ്മുടെ പാസ്റ്റ് ലേണിങ് എന്താണോ അതനുസരിച്ച് ചിലപ്പോൾ നമ്മൾ അതിനകത്ത് അങ്ങോട്ട് ഇരുന്നു പോകും. അപ്പം നമ്മൾ കുറേ നാൾ ചിലപ്പോൾ നമുക്ക് തന്നെ അറിയില്ല എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ കൂടുതൽ അതിനകത്തേക്ക് അങ്ങോട്ട് സറണ്ടർ ആയി പോയി കഴിഞ്ഞിട്ട്, ഇതാണ് ഇനി എൻ്റെ ലൈഫ്, ഇതിൽ നിന്ന് എനിക്കൊരു മോചനമില്ല, ഇങ്ങനെയാണ് എൻ്റെ ജീവിതം, ഇതിനകത്ത് തീർക്കാനുള്ളതാണെന്നുള്ള ഒരു ലേൺഡ് ഹെൽപ്ലെസ്നെസ്സിലേക്ക് നമ്മൾ കയറുന്ന ഒരവസ്ഥയാണത്. അത് ഈ നാർസിസിസ്റ്റിക് വിക്ടിം സിൻഡ്രോമിൽ അല്ലെങ്കിൽ നാർസിസിസ്റ്റിക് വിക്ടിമിൻ്റെ
ഒരു ടിപ്പിക്കൽ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇത് മനുഷ്യരിലേക്ക് വരുമ്പോൾ നമ്മൾ പറയുന്ന ഈ ലേൺ ഹെൽപ്ലെസ്നെസ്സിനും നമുക്ക് കുറച്ച് ആട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സിനെ നമുക്ക് നോക്കാം. ഈ ആട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ആട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്താണെന്നറിയാവില്ല. ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണോ അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിലെ നമ്മളെ ഉറപ്പിച്ച് നിർത്തുന്ന കാര്യങ്ങൾ, അല്ലേ? അപ്പം നമ്മളുടെ വല്ലാത്തൊരു പാസ്റ്റ് എക്സ്പീരിയൻസ് നമുക്ക് ഒരു കാരണവശാലും ഇന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു കാര്യം. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റേർണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് നമ്മുടെ ബിലീവ്സ് അല്ലെ ഫീലിങ്സ് ഉണ്ടത്. അത് ഇൻറ്റേർണൽ എന്ന് പറയുന്നത് ഞാൻ എന്നിലേക്ക് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ചിലർ പറയും, എനിക്കതിനുള്ള കഴിവൊന്നുമില്ല, ഞാനൊരു പാവമാണ്, എനിക്കതിനുള്ള ശക്തിയൊന്നുമില്ല, അതൊക്കെ ബാക്കിയുള്ളവർക്കൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, ഐ എം നോട്ട് ഓക്കെ to do that, I am not capable of doing that. That is your internal beliefs എങ്കിൽ, അല്ലെങ്കിൽ അത് നിങ്ങളുടെ സെൽഫ് ടോക്ക് ആയിട്ട് വരുമ്പോൾ you will never be able to overcome that. അതിൻ്റെ കൂടെ ചില എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ത് പറയുന്നതിൻ്റെ കൂടെ തന്നെയാണ് എക്സ്റ്റേണൽ ആട്രിബ്യൂഷൻ വരുന്നത്. നമ്മൾ കുറച്ചെങ്കിലും നമ്മളിപ്പം ഇല്ല എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടണം, there may be a chance, there may be a view, അപ്പോൾ തന്നെ ചിലപ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മളോട് പറയുന്നത് നീ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല, അതൊന്നും നടക്കുന്ന കാര്യമേ അല്ല എന്നാ പറയുന്നതെങ്കിൽ അത് ഏതാണോ നമ്മളിൽ പവർഫുൾ അത് കയറി നമ്മളെ പിടിക്കും. എന്നിട്ട് നമ്മൾ അതിലേക്ക് തന്നെ വീണ്ടും ലേൺഡ് ഹെൽപ്ലെസ്നെസ്സിലേക്ക് പോകും. ഇനി ഇൻറ്റേർണലും എക്സ്റ്റേണലും ഒരുപോലെ പറയുന്ന അവസ്ഥകളുണ്ടാവും. നമ്മളിങ്ങനെ പറയുമോ നമ്മൾ പെണ്ണുങ്ങളൊക്കെ എന്ത് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ നമുക്കിങ്ങനെ തോന്നത്തില്ലേ, സ്ത്രീകൾ അബലകളാണ് ചബലകളാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ നമ്മുടെ റിലീജിയൻ പറയും, നമ്മുടെ കൾച്ചർ പറയും, നമ്മുടെ സൊസൈറ്റി പറയുന്നത് നമ്മളെല്ലാം സഹിച്ച് പുറത്ത് അങ്ങനെയുള്ള ഇരിക്കണം എന്ന് പറയുന്ന ആ രീതിയിലുള്ളൊരു എക്സ്റ്റേണൽ ആട്രിബ്യൂഷനൂടെ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നമ്മുടെ പതനം പൂർണ്ണമായി നമ്മൾ ആ ലേൺഡ് ഹെൽപ്ലെസ്നെസ്സിനെ പുറത്തേക്ക് വരാനായിട്ട് നോക്കുകയില്ല. പക്ഷെ നമ്മൾ ഈ പട്ടികളെ പോലെ കണ്ടീഷനിങ്ങിൽ മാത്രം നമുക്ക് ചിന്തിക്കാനുള്ള capacity ദൈവം തന്നിട്ടുണ്ട്. സോ യു നീഡ് ടു ബി തിങ്കിങ് വാട്ട് ഈസ് ഗുഡ് ഫോർ യു. ദർ ഇസ് നോ സച്ച് തിങ്സ് ആർ പാസ്റ്റ് മാത്രം നമ്മളുടെ ലൈഫിനെ നമ്മൾ ഡിഫൈൻ ചെയ്യില്ല. കാരണം പാസ്റ്റ് നമ്മുടെ ടുഡേ ആണ് ഡിഫൈൻ ചെയ്യുന്നത്, ടുഡേ നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ ടുമോറോ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ സംതിങ് ഡിഫറെൻറ്റ് ഐ മസ്റ്റ് ഡൂ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് സ്റ്റേബിൾ ഓർ അൺസ്റ്റേബിൾ. അതായത് നമ്മളിപ്പോൾ നോക്കുകയാണ്, എനിക്ക് ഈ അവസ്ഥ എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുവാണോ, എപ്പോഴും എൻ്റെ അവസ്ഥ ഇത്, എപ്പോഴും എൻ്റെ അവസ്ഥ ഇത്, എപ്പോഴും എൻ്റെ അവസ്ഥ, എനിക്ക് എപ്പോഴും ഇതേ ഉള്ളൂ, എനിക്ക് എപ്പോഴും ഉള്ളൂ, ജനിച്ചപ്പോൾ മുതലേ ഞാൻ കാണുന്നത് എനിക്ക് എപ്പോഴും ഇങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ എനിക്ക് ഇങ്ങനെയാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വി ടെൻ ടു ബി ഇൻ എ ലേൺഡ് ഹെൽപ്ലെസ്നെസ്, അല്ലേ? അതല്ലാതെ അത് അൺസ്റ്റേബിൾ ആണെങ്കിൽ അത് ഈ ഒരു ചെറിയ സമയത്തേക്ക്, അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ഞാനിങ്ങനെ കാണുന്നത്, ഞാനിങ്ങനെ ഒരു സംഭവം എന്നിൽ ഞാൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഈ ഒരു കൂട്ടുകാരൻ്റെ കൂടെ കൂടിയ പിന്നെ എനിക്കിങ്ങനെ വന്നത്, അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ ആളുടെ അടുത്ത് മാത്രമേ എനിക്ക് അങ്ങനെയുള്ളൂ, അതല്ലാത്തത് എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളില്ല. ഫോർ എക്സാമ്പിൾ അനദർ തിങ് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ എന്താ പറയുക, ഈ കുറച്ച് സമയത്തേക്ക്, അല്ലെങ്കിൽ ഞാനൊരു എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇവൻറ്റ്സിലോ ഇൻസിഡൻസിലോ, അല്ലെങ്കിൽ മേ ബി പീരീഡ് ഓഫ് ടൈമൊക്കെയാണ് എനിക്കിത് കാണുന്നെങ്കിൽ അതൊരു സ്റ്റേബിൾ തിങ് അല്ല, എപ്പോഴും എനിക്ക് ഹാപ്പൻ ചെയ്യുന്നില്ല, എപ്പോഴും ത്രൂ ഔട്ട് മൈ ലൈഫ് അങ്ങനെ ഹാപ്പൻ ചെയ്തുകൊണ്ട് പോകുന്നതല്ല. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. അത് ഞാൻ ചിലപ്പം എന്നെ അധികം കൺസിഡർ ചെയ്യാത്തപ്പോഴോ, അല്ലെങ്കിൽ എന്നിലേക്ക് എന്തെങ്കിലും എൻ്റെ കാര്യങ്ങളെ ലോജിക്കലായിട്ട് ഞാൻ അപ്രോച്ച് ചെയ്യാത്തപ്പോഴോ, അതല്ലെങ്കിൽ ഞാൻ ഓവറായിട്ട് ചില കാര്യങ്ങൾക്ക് കൺസിഡറേഷൻ കൊടുക്കുന്നത് കൊണ്ടോ, അല്ലെ അങ്ങനെയൊക്കെയാണോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. അപ്പം അൺസ്റ്റേബിൾ എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഹെൽപ്ഫുള്ളാണ്, നമുക്ക് മനസ്സിലാതെ എപ്പോഴുമില്ല. പക്ഷേ സ്റ്റേബിളായിട്ട് വരുന്ന ഒരാൾക്ക് മിക്കവാറും ലേൺഡ് ഹെൽപ്ലെസ്നെസ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സ്റ്റേബിളായിട്ടുള്ളതാണ് നമുക്ക് കൂടുതലായിട്ടുള്ളൊരു ആട്രിബ്യൂഷൻ അതിലേക്ക് തരുന്നത്, അതൊരു ആട്രിബ്യൂട്ടിംഗ് ഫാക്ടറാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഗ്ലോബൽ ഓർ സ്പെസിഫിക്. അപ്പോൾ സ്പെസിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരാളുടെ അടുത്ത് മാത്രമേ ഇങ്ങനൊരു പ്രശ്നമുള്ളൂ, അല്ലാതെ വേറൊരിടത്തും എനിക്ക് പ്രശ്നമില്ല. എനിക്ക് ഇന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ മാത്രമേ ഒരു പ്രശ്നമുള്ളൂ, ബാക്കി കാര്യത്തിലൊന്നും എനിക്ക് പ്രശ്നമില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ നാർസിസിസ്റ്റിക് നേച്ചറിൽ ഒരു നാർസിസിസ്റ്റിക് ആൾ നമ്മളെ എപ്പോഴും താത്താനായിട്ടും നമ്മളെ ഗ്യാസ് ലൈറ്റ് ചെയ്യാലും എല്ലാം നിൻ്റെ കുറ്റമാണ്, എല്ലാം നിൻ്റെ കുറവാണ്, നീയാണ് പ്രശ്നം, നീ നന്നായാലും ഇത് നന്നാവും എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ മാറ്റുമ്പോൾ, അല്ലെങ്കിൽ നിന്നിലാണ് കുഴപ്പമെന്ന് പറയുമ്പോൾ നമ്മൾ അത് ഒരു ഗ്ലോബൽ ഫിനോമിനൻ ആണോ എന്ന് നമ്മൾ നോക്കണം, അതോ സ്പെസിഫിക് ആണോ എന്ന് നോക്കണം. ഗ്ലോബൽ ഫിനോമിനൻ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കും, അപ്പോൾ ഇപ്പോൾ ലോകത്തുള്ള എല്ലാവരും പറഞ്ഞ് എനിക്ക് കുഴപ്പമെന്ന്, അപ്പോൾ നമ്മളിങ്ങനെ ശ്രദ്ധിക്കും, അല്ല എനിക്ക് ഇവിടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, പീപ്പിൾ ആർ അക്സെപ്റ്റിംഗ് മീ, പീപ്പിൾ ആർ സേയിങ് ദാറ്റ് ഐ ഹാവ് സം എബിലിറ്റി, ദേ ആർ ടെല്ലിംഗ് ദാറ്റ് ഐ എം ഗുഡ് ഇൻ സർട്ടൻ ഏരിയാസ്, ബട്ട് ഹിയർ വെൻ ഐ കം, ദിസ് ഇസ് this person is really making me feel I'm not good, I'm something different, I'm not that
എൻജോയബിളോ അല്ലെങ്കിൽ നമ്മൾ ഫണ്ണല്ല, നമ്മളങ്ങനെ നല്ല രീതിയിൽ അവർക്ക് ചേരുന്ന രീതിയിലല്ല, നമുക്ക് സോഷ്യലൈസ് ചെയ്യാൻ അറിയില്ല, നമുക്ക് ആൾക്കാരോട് മിണ്ടാൻ അറിയില്ല, അല്ലെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഫഷണൽ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ താത്തുമ്പോഴത്തേനും, നമ്മളെ ഇങ്ങനെ പുട്ട് ഡൗൺ ചെയ്യുമ്പോഴത്തേനും അത് സ്പെസിഫിക് ആണോ എന്ന് നമ്മൾ നോക്കുക. അതൊരു ഗ്ലോബൽ ആണെങ്കിലാണ് നമ്മൾ കൂടുതൽ അതിലേക്കൊന്ന് നമുക്ക് കൂടുതലായിട്ടുള്ള ഇത് വരുന്നത്, എല്ലായിടത്തും എല്ലാവരും അങ്ങനെയാണ് എന്നുള്ള രീതിയിലേക്ക്. പക്ഷേ അതല്ലാതെ എൻ്റെ പ്രൊഫഷണൽ ഏരിയാസിൽ ഭയങ്കര നല്ലതാണ്, അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, എൻ്റെ സോഷ്യൽ ഇൻട്രാക്ഷൻസ്, എൻ്റെ ഫാമിലി അടുത്ത്, എവ്രിവെയർ ഐ എം ഗുഡ് ആൻഡ് ബട്ട് ഓൺലി ദിസ് പേഴ്സൺ, ഓൺലി ദീസ് 1 or 2 people ആർ മേക്കിംഗ് മീ ഇൻ ദിസ് വേ എന്ന് പറയുമ്പോൾ അതൊരു സ്പെസിഫിക് ഏരിയ മാത്രം നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട ഏരിയയാണ്. അപ്പം നമുക്ക് ഇങ്ങനെയുണ്ട്, ഇൻറ്റേർണൽ ആട്രിബ്യൂഷൻസ് ഉണ്ട്, എക്സ്റ്റേണൽ ആട്രിബ്യൂഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, സ്പെസിഫിക് ആയിട്ടുള്ളതുണ്ട്, ഗ്ലോബൽ ആയിട്ടുള്ളതുണ്ട്, പിന്നെ നമുക്കുള്ളതാണ് സ്റ്റേബിൾ, അൺസ്റ്റേബിൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ നോക്കണം വെൻ യു ആർ ഇൻ ടു എ ലേൺഡ് ഹെൽപ്ലെസ്നെസ് മോഡിലേക്ക് കയറുന്നു. അല്ലെങ്കിൽ നമ്മളിപ്പോൾ തിങ്ക് ചെയ്യുകയാണ്, നമ്മളിപ്പോൾ മനസ്സിലാക്കുകയാണ്, ഓ മൈ ഗോഡ്, ഐ തിങ്ക് ഐ ഹാവ് എ ലേൺഡ് ഹെൽപ്ലെസ്നെസ്, സോ ലെറ്റ് മീ ജസ്റ്റ് ലുക്ക് ആൻഡ് അനലൈസ് വെദർ ഇറ്റ് ഈസ് ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ ഓർ ബോത്ത്. Then I say the stable or unstable level, or it is a specific or globalized level. So then make sure that you take responsibility for your life, because once you become victimized, you need to understand that you are a victim, and you will definitely suffer a learned helplessness, and you say, oh, ഇനിയിപ്പോൾ എന്തോന്ന്, ഇനി അങ്ങനെ അങ്ങ് ഇതാക്കി പോകാം എന്നുള്ള രീതിയിൽ. പക്ഷേ അവിടെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളെല്ലാം ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളൊരു മെമ്പർ ഓഫ് ദിസ് സൊസൈറ്റി അല്ലെങ്കിൽ ഈ വേൾഡിലേക്കാണ്. അതിനകത്തേക്ക് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ആൾക്കാരായിരിക്കണം നമ്മൾ. നമ്മളിലേക്ക് നല്ല ഗുണങ്ങളുണ്ട്, നല്ല ടാലൻസ് ഉണ്ട്, നല്ല എബിലിറ്റീസ് ഉണ്ട്. ലുക്ക് വിതിൻ യുവർ സെൽഫ്, ഫീൽ ഗുഡ് ഫോർ യുവർ സെൽഫ് ആൻഡ് സേ ദാറ്റ് I also wanted to achieve something and establish something. I need to also live, and I should manage my situation pretty well, and I should not be sitting here saying or thinking that I'm helpless here, I can't escape from this. You can very well, if you put your mind into it, analyze your situation, understand all these areas, and see that what change you need to make and where to seek help, and with whom you will get the best support, and make other people understand your conditions, and gather all your strength, your confidence. നമ്മൾ പറയത്തില്ലേ, നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ട്രസ്റ്റിംഗ് യുവർ സെൽഫ് ആൻഡ് ടു ദ യൂണിവേഴ്സ് ആണ്. സോ ദർ ഇസ് എ യൂണിവേഴ്സൽ ഫാക്ടർ വിച്ച് ഓൾവേസ് work to give you more strength or less strength. അത് നമ്മൾ കാഴ്ചപ്പാട് പോലെ ഇരിക്കും. ആ യൂണിവേഴ്സിൻ്റെ നമ്മളിലേക്ക് കൊണ്ടുവരുന്ന പല പല ഇഫക്റ്റുകളുണ്ട്. അതിനെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് individual control exercise ചെയ്തുകൊണ്ട് what you supposed to do is understand all this and make sure that you are not sitting in the learned helplessness mode, which may put you into again trouble. So get out of it and make sure that you do what is good for you and what makes you really happy and what gives you more achievement and success, and see the world outside. Not just within the frame, ഒരു barrier മാത്രം കാണാതെ അതിൻ്റെ beyond there may be a world good for me, and try to jump and from this place to that place and live your life confidently and and reach your success wherever it is, your professional or your family life or wherever you want to be. Maybe you wanted to start a new life. No, don't worry about that. And making sure that you're using and respecting yourself, you are giving value to yourself and using all the resources. Please make your life into a functioning and a successful one. Take care. May God bless us all.